വാക്കുകളുടെ വിസ്മയമായിരുന്നു MT എന്ന രണ്ടക്ഷരം. മലയാളികൾക്ക് എഴുത്തിൻ്റെ പുണ്യം. സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവുമടക്കം കൈവച്ചതെല്ലാം പൊന്നാക്കിയ സർഗതീവ്രത. അക്ഷരസപര്യയുടെ നീണ്ട 77 വർഷങ്ങൾ മലയാളത്തിനും ഇന്ത്യൻ സാഹിത്യത്തിനും സമ്മാനിച്ചുകൊണ്ടാണ് MTയുടെ മഹാമൗനത്തിലേക്കുള്ള മടക്കം. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ എഴുത്തു തുടങ്ങി. ജ്യേഷ്ഠൻ MT നാരായണൻ നായരുടെയും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെയും സ്വാധീനം MTക്ക് വായനയിലും എഴുത്തിലും വഴികാട്ടിയായി. കവിത എഴുതിയായിരുന്നു തുടക്കം. പതിയെ ഗദ്യത്തിലേക്ക് വഴിമാറി. കോളേജ് പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായി. രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്താണ് പ്രസിദ്ധീകരിച്ചത്. 1954 നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1ാം സമ്മാനം നേടിയതോടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ചു. ആദ്യ നോവലായ പാതിരാവും പകൽ വെളിച്ചവും ഖണ്ഡശ പുറത്തു വന്നതും ഈ കാലത്താണ്. 1958 പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് ആദ്യം പുസ്തക രൂപത്തിൽ പുറത്തു വന്നത്. 25-ാം വയസ്സിൽ നാലുകെട്ട് എന്ന നോവലിലൂടെ 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. 1970 കാലം എന്ന നോവലിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംഗീകാരം. 1978 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ഗോപുരനടയിൽ എന്ന നാടകത്തിന്. 81 സ്വർഗം തുറക്കുന്ന സമയം എന്ന ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 1995 സാഹിത്യരംഗത്ത് രാജ്യത്ത് നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം. 2011 സമഗ്ര സംഭാവന കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരവും MTയെ തേടിയെത്തി. ഓടക്കുഴൽ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡീലിറ്റ് നൽകി ആദരിച്ചു. പാതിരാവും പകൽ വെളിച്ചവും, നാലുകെട്ട്, കാലം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, NP മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, 2ാം മൂഴം, വാരാണസി തുടങ്ങിയ നോവലുകൾ, കൂടാതെ ഒട്ടനവധി ചെറുകഥകളും നോവലേറ്റുകളും. MTയുടെ കരസ്പർശമേറ്റതെല്ലാം മലയാളികൾ നെഞ്ചോട് ചേർത്തു. 1984 2ാം മൂഴം പുറത്തുവരുന്നത്. അതേ വർഷം വയലാർ അവാർഡും ഈ നോവലിലൂടെ MTയെ തേടിയെത്തി. മഹാഭാരതത്തെ ഭീമന്റെ വീക്ഷണത്തിൽ കാണുന്ന 2ാം മൂഴമാണ് MTയുടെ മാസ്റ്റർ പീസായി വിലയിരുത്തുന്നത്. MT എഴുതി, മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്.